കൊടകര മറ്റത്തൂർ കൃഷിഭവനങ്ങളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴേക്കും കനാൽ അടയ്ക്കേണ്ട സമയമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കുറി കൃഷിയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയത്. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിര് വന്ന നെൽച്ചെടികളെ ഉണക്കുഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് കർഷകനും മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. പാടശേഖരത്തില് 3 പൂവ് നെൽകൃഷി ചെയ്തിരുന്നതാണ്. നല്ല വേനൽക്കാലത്ത് ഒരു തുള്ളി മഴ പെയ്യാത്ത കാലത്ത് പോലും പുഞ്ച പോലും ഞങ്ങൾ പണിത് 3 പൂവാന് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷം ഉണ്ടായത് കനാൽ ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ടേൺ അനുസരിച്ച് വിടേണ്ടതിനെ പറ്റി 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം വെള്ളം വിടാനേ പറ്റുള്ളൂ എന്നൊരു തീരുമാനമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ കർഷകരുടെ ആവശ്യം വേണ്ട രീതിയിൽ അധികൃതർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. നിലമൊരുക്കാനും വിതയ്ക്കാനും മറ്റുമായി നല്ലൊരു തുകയാണ് കർഷകർ ചെലവഴിച്ചിട്ടുള്ളത്. 100 ചിലാനപ്പറയ്ക്ക് നിലം ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണങ്ങി എടുക്കുകയാണ്. മണൽപ്പറ്റുള്ള ഒരു പാടശേഖരമാണ്. വെള്ളം തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് പറ്റി ഉണങ്ങും. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നെല്ലൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം തുറന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഇത് അല്ലെങ്കിൽ നിങ്ങൾ പണിനേലും മുൻപ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കാര്യം മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ ഞങ്ങൾ പണിയിലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കി കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വർഷത്തിൽ 3 വട്ടം കൃഷി ഇറക്കിയിരുന്ന പാടശേഖരമാണ് ചാറ്റിലാംപാടം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിരിപ്പ് കൃഷി മാത്രമേ ഇവിടെ വിജയകരമായി ചെയ്യാനാവൂ എന്നതാണ് അവസ്ഥ. മുണ്ടകൻ ഇറക്കിയാൽ പലപ്പോഴും കൊയ്ത്തെടുക്കാൻ കിട്ടാറില്ല. TCV ന്യൂസ്, കൊടകര.